സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്നിട്ടും മലബാറിൽ +1 സീറ്റ് പ്രതിസന്ധി തുടരുകയാണെന്ന് ഞങ്ങളുടെ മലപ്പുറം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. നോൺ ജോയിനിങ് വിദ്യാർത്ഥികളുടെ പേരുകൾ വെട്ടിമാറ്റിയിട്ടും മലപ്പുറം ജില്ലയിൽ മാത്രം 7054 വിദ്യാർത്ഥികൾക്ക് സീറ്റ് കിട്ടുന്നില്ല. ഷഹദ് റഹ്മാൻ ചേരും മലപ്പുറത്ത് നിന്ന്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണല്ലോ ഷഹദ്, ഗുഡ് മോർണിംഗ്. പറയൂ, എന്താണ് ഇതിനൊരു പരിഹാരം? വെരി ഗുഡ് മോർണിംഗ് SK. ഇതിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട സീറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ബാച്ചുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിന് സർക്കാർ തയ്യാറാകുന്നില്ല. അതിന് പലതരത്തിലുള്ള ന്യായവാദങ്ങളാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ പ്രതിസന്ധി ഉണ്ടോ എന്ന് പഠിക്കാനായിട്ട് സർക്കാർ ഒരു 2 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമിതിയുടെ റിപ്പോർട്ട് ഇന്ന് രാവിലെ 11 മണിക്ക് സർക്കാരിൽ സമർപ്പിക്കുകയും ചെയ്യും. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇന്നലെയാണ് പൂർത്തിയായത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടി ഈ അപേക്ഷാ സമർപ്പണം പൂർത്തിയായി. ആ ഘട്ടത്തിൽ സപ്ലിമെന്ററിക്ക് മാത്രമായിട്ട് സംസ്ഥാനത്ത് അപേക്ഷിച്ചിട്ടുള്ളത് 57,712 പേരാണ് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അപേക്ഷിച്ചിട്ടുള്ളത് മലബാറിലാണ്. കൂടാതെ മലപ്പുറത്ത് മാത്രം 16,881 വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ അപേക്ഷിച്ചിട്ടുള്ളത്. കോഴിക്കോട് 7,192 എന്നിങ്ങനെ തുടങ്ങി വിവിധ ജില്ലകളിലായിട്ട് കൂടുതൽ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ അപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസവും അതുപോലെ തന്നെ ഇന്നും ഇപ്പോൾ പുറത്തു വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷ സമർപ്പിക്കുന്നതിൽ ചില വിദ്യാർത്ഥികൾക്ക് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം അതായത് നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾ അപേക്ഷിക്കേണ്ടതില്ല എന്നൊരു കാര്യമാണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആദ്യഘട്ടത്തിൽ അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടുകയും എന്നാൽ ജോയിൻ ചെയ്യാതെ പുറത്തു പോവുകയും ചെയ്ത വിദ്യാർത്ഥികളാണ് നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾ. പക്ഷേ ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ മലപ്പുറം നഗരത്തിലുള്ള ഒരു കുട്ടിക്ക് നിലമ്പൂരോ അല്ലെങ്കിൽ തിരൂരോ അഡ്മിഷൻ കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യാതെ മാറി നിൽക്കും. അതുപോലെ തന്നെ ഇഷ്ടം വിഷയം കിട്ടാതെ മാറി നിൽക്കുന്ന നിരവധി വിദ്യാർത്ഥികളെയും നമുക്ക് അറിയാം. കൂടാതെ മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ച വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്രയും എല്ലാം ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം സർക്കാർ ഈ നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കരുത് എന്ന ഒരു ഉത്തരവ് പുറത്തിറക്കിയത്. അപ്പോൾ സർക്കാർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വലിയൊരു അളവിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയും എന്നുള്ളതായിരുന്നു. പക്ഷേ സർക്കാരിന്റെ ആ വിചാരം അല്ലെങ്കിൽ സർക്കാരിന്റെ ആ പ്രതീക്ഷ പാടെ തെറ്റുന്നതാണ് ഇപ്പോൾ ഈ പുതിയ കണക്കുകൾ പുറത്തു വരുന്നത്. നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾ പോലും അഡ്മിഷൻ അല്ലെങ്കിൽ ഈ അപേക്ഷ സമർപ്പിക്കാതെ ഇത്രയും അധികം വിദ്യാർത്ഥികൾ, ഏകദേശം 57,000-ലധികം വിദ്യാർത്ഥികൾ ഇപ്പോഴും പുറത്തു നിൽക്കുകയാണ് എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം കനപ്പിക്കാൻ പോവുകയാണ്. എന്തായാലും അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സർക്കാരിൽ സമർപ്പിക്കും. ഓക്കെ, താങ്ക് യു ഷഹദ് റഹ്മാൻ. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്, പ്രതിസന്ധിയായി തന്നെ തുടരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഇക്കാര്യത്തിൽ സത്വരമായി ഇടപെടുന്നുണ്ട്. അദ്ദേഹം തന്നെ ഇതിന് വഴി കണ്ടുപിടിക്കട്ടെ എന്നേ നമുക്ക് പറയാനുള്ളൂ.